വെൽക്കം ടു ലേണിനോ. 2024 അവസാനിക്കാൻ പോവുകയാണ്. പുതിയ വർഷം ടെക്നിക്കൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് പ്രതീക്ഷകളുടെ ഒരു വർഷമാവട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു. ഇപ്പൊ ലെർണോയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്കായിട്ട് വിവിധ പരീക്ഷകൾക്ക് നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രേഡ്സ്മാൻ, ഡെമോൺസ്ട്രേറ്റർ, ജൂനിയർ ഇൻസ്ട്രക്ടർ, പോളിടെക്നിക് ലെക്ചർ, അസിസ്റ്റന്റ് പ്രൊഫസർ തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ തന്നെ ഏറ്റവും മികച്ച കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുകയും സ്റ്റഡി മെറ്റീരിയൽസും ടെസ്റ്റ് സീരീസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി 2025 വരുന്ന പരീക്ഷയ്ക്കും 2025 നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന പരീക്ഷകൾക്കും ഒക്കെ തന്നെ ലേണിനോയിലെ കോഴ്സുകൾ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങൾക്കറിയാം, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ ഈസി ബുക്ക് ബണ്ടിൽ ഒരുപാട് സ്റ്റുഡൻസിനാണ് നമ്മളിപ്പം നമ്മുടെ ബുക്സ് കൊറിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമ്മുടെ കയ്യിൽ ബുക്സ് അവൈലബിൾ ആണ്. സോ ബുക്സ് ആവശ്യമുള്ളവർക്കൊക്കെ തന്നെ അത് പർച്ചേസ് ചെയ്യാം. ഇനി 2025 നമ്മുടെ പുതിയ കുറച്ച് ബുക്സ് കൂടെ വരാനുണ്ട്. അത് വന്നതിന് ശേഷം നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ കറന്റ്ലി ടെക്നിക്കൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ, ജനുവരിയിൽ വരാനുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, അതേപോലെ തന്നെ IEO എക്സാം ഒരുപാട് പേര് എഴുതുന്ന ഒരു പരീക്ഷയാണ് IEO എക്സാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്. ആ പരീക്ഷകളുടെ വരുന്ന മാസങ്ങളിലായിട്ട് ആ പരീക്ഷകളും വരുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പൊ പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രിക്കൽ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെയും നേരത്തെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോണിക്സിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ 2025 ആദ്യമോ അല്ലെങ്കിൽ അവസാനമായിട്ടോ ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അത് എപ്പോൾ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അടുത്ത വർഷമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള വർഷമോ ആയിരിക്കും അതിന്റെ ഒരു പരീക്ഷ. അപ്പൊ അതിനൊക്കെ ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ ആവശ്യമാണ്. അതിനുള്ള ഒരു ലോങ് ടേം കോഴ്സും നമ്മുടെ ലേണിനോയിൽ അവൈലബിൾ ആണ്. ലേണിനോയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ പരീക്ഷയ്ക്കുമുള്ള ലോങ് ടേം കോഴ്സ് ഉണ്ടാവും, ക്രാഷ് കോഴ്സ് ഉണ്ടാവും. അത് കൂടാതെ സ്റ്റഡി മെറ്റീരിയൽസ് മാത്രമായിട്ടും MCQ മാത്രമായിട്ടും ചില പരീക്ഷകൾക്കൊക്കെ ചില മോഡ്യൂൾസ് മാത്രമായിട്ടും ഒക്കെ ഏത് രീതിയിലാണോ കുട്ടികളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആ രീതിയിലുള്ള കോഴ്സുകൾ കൊടുത്ത് കുട്ടികളെ എക്സാമിന് റെഡി ആക്കുക എന്നുള്ളതാണ് ലേണിനോയുടെ മോട്ടോ. ഒപ്പം നമ്മൾ കൊടുക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസും ടെസ്റ്റ് സീരീസുകളും ഡിഫറെന്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് സീരീസും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലേണിനോ നിങ്ങൾക്ക് ഒരു സഹായ ഹസ്തം തന്നെയായിരിക്കും. കൃത്യമായ ഒരു മെന്റർഷിപ്പോട് കൂടിയാണ് ഇനി നമ്മൾ 2025 മുതൽക്ക് കൂടുതൽ പുതുമകളോടുകൂടി നമ്മളുടെ കോഴ്സുകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇതിനിടയിൽ റെയിൽവേ എക്സാംസ് വരുന്നുണ്ട്, RRB JE പരീക്ഷയുടെ CBT 2 എക്സാംസ് വരുന്നുണ്ട്. അത് ടെക്നിക്കൽ സബ്ജക്ട്സ് ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പൊ അതിനുള്ള കോച്ചിങ്ങും ലേണിനോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്കാണോ ഏത് രീതിയിലുള്ള കോഴ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, പലപ്പോഴും നമ്മൾ സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കോഴ്സുകൾ സെറ്റ് ചെയ്ത് പോലും കൊടുക്കാറുണ്ട്. ഓക്കെ, ഫുൾ ആയിട്ട് ക്രാഷ് കോഴ്സ് വേണ്ട എന്ന് പറയുന്നവർക്ക് അവർക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള കോഴ്സുകൾ പോലും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. മികച്ച ഫീഡ്ബാക്ക് ആണ് നമുക്ക് പല എക്സാംസ് കഴിയുമ്പോഴും ഓരോ കോഴ്സുകൾ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ നമുക്ക് തരുന്നത്. അതിൽ ലിസ്റ്റിൽ വന്നിട്ടുള്ള കുട്ടികളൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടി നമുക്ക് ഒരു ഫീഡ്ബാക്ക് തരുന്നത് തന്നെയാണ് നമ്മൾക്ക് നമ്മൾ എടുക്കുന്ന ഈ എഫേർട്ടിനുള്ള ഏറ്റവും നല്ല ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. സോ ടെക്നിക്കൽ പരീക്ഷകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഈ വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ പലരും റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, ഞങ്ങൾക്ക് ഇനി ഫുൾ മെറ്റീരിയൽ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് കുറെ ചോദ്യങ്ങൾ മതി, പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് മതി. അങ്ങനെയുള്ളവർക്ക് നമ്മൾ MCQ മാത്രം PYQ മാത്രം ഒക്കെ ആയിട്ടും നമ്മളുടെ കയ്യിൽ കോഴ്സുകളുണ്ട്. PYQ മാത്രമായിട്ട് ഇലക്ട്രോണിക്സിന്റെ കോഴ്സ് ഉണ്ട്. ജസ്റ്റ് BTech കഴിഞ്ഞ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ആദ്യമായിട്ട് ടെക്നിക്കൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ലോങ് ടേം കോഴ്സ്, കംപ്ലീറ്റ് ഒരു ഫൗണ്ടേഷൻ കോഴ്സ്, അങ്ങനെ വിവിധ തരത്തിൽ, അതായത് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, അത് ചിലപ്പോൾ ഇന്റർവ്യൂവിനായിരിക്കും, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അവർക്ക് വേണ്ടി ഫൗണ്ടേഷൻ കോഴ്സുകളും എക്സാം ഓറിയന്റഡ് കോഴ്സുകളും ഒക്കെ അങ്ങനെ വിവിധ കോഴ്സുകളാണ് ലേണിനോ ആപ്പിലുള്ളത്. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായി ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. ഒപ്പം നിങ്ങൾക്ക് പേഴ്സണൽ മെന്റർഷിപ്പും കൂടെ ഇപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വരാനിരിക്കുന്ന വർഷം നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജോലിക്ക് വേണ്ടി കൃത്യമായി പഠിക്കാനും ആ ജോലി
കിട്ടാനും ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു.